വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. ഒരുപാട് പേരുടെ ഡൗട്ട് പ്രകാരം നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ലാസ്റ്റ് എത്ര റാങ്ക് ഉള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഗവൺമെന്റ് കോളേജിൻ്റെത് കാൽക്കുലേഷൻ ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെ ആണ്. BSc നഴ്സിംഗിന്റെ കാര്യമാണ് മാത്രമാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, എടുത്തു പറയുവാണത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെൽഫ് ഫിനാൻസിങ് കോളേജസ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് 272.5 ആണ്. 15,542 ആയിരുന്നു റാങ്ക് വരുന്നത്. CPAS കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പറയുന്നത് 2023 സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ റാങ്ക് ബേസ് ചെയ്താണ്, 2024 അല്ല. കാരണം 2024 ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ 2023 വെച്ച് നമുക്ക് 2025 കമ്പയർ ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഏകദേശം 2023 റാങ്ക് പ്രമാണിച്ചാണ് 2025 റാങ്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 2023 കണക്ക് പറയുന്നത്. 2024 ടഫ് കോമ്പറ്റീഷൻ ആണ്, അതുകൊണ്ടാണ് 2023 അത് പറയുന്നത്. ഇത് ആക്യുറേറ്റ് ആയിട്ടുള്ളതല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ചാൻസ് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കഷ്ടപ്പെട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി EZ കാറ്റഗറിയിൽ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കായിട്ട് വന്നിരിക്കുന്നത് 270.83 ആണ്. അതിൽ SM റാങ്ക് വന്നത് 16,505 ആണ്. കാറ്റഗറി റാങ്ക് കിട്ടിയിട്ടുള്ളത് 2,861 ആണ്. അങ്ങനെയുള്ള കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് സിമറ്റ് കോളേജ് കാസർഗോഡ് ആണ് നഴ്സിംഗിന് കിട്ടിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് മുസ്ലിം 270.84 ആണ് ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ളത്. SM റാങ്ക് ആയിട്ട് 16,315 ആണ് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം കിട്ടിയിട്ടുള്ള കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് 4,789 ആണ്. അതും സിമറ്റ് കോളേജിൽ തന്നെയാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ദെൻ EWS കാറ്റഗറിയിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ റിസർവേഷൻ ഇല്ല, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ OBH കാറ്റഗറി അതർ ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ 265 ആണ് നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ളത്. ദെൻ 19,775 ആണ് SM റാങ്ക് വന്നിരിക്കുന്നത്. 805 ആണ് OBH കാറ്റഗറി റാങ്ക് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി നഴ്സിംഗ് കോളേജിലാണ്. ദെൻ OBX കാറ്റഗറിയിൽ 270 ആണ് ഇൻഡെക്സ് മാർക്കായിട്ട് വന്നിരിക്കുന്നത്. SM റാങ്ക് 17,014 ആണ്. കാറ്റഗറി റാങ്ക് 191 ആണ്. തളിപ്പറമ്പ് നഴ്സിംഗ് കോളേജിലാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ LC കാറ്റഗറിയിൽ 265.83 ആണ് വന്നിട്ടുള്ളത് ഇൻഡെക്സ് മാർക്ക്. ദെൻ SM റാങ്ക് വന്നിരിക്കുന്നത് 19,581 ആണ്. കാറ്റഗറി റാങ്ക് 560 ആണ്. സിമറ്റ് നർമ്മടം കോളേജിലാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ DV 250.84 ആണ് ഇൻഡെക്സ് മാർക്ക് വരുന്നത്. SM റാങ്ക് വരുന്നത് 27,199 ആണ്. കാറ്റഗറി റാങ്ക് വരുന്നത് 248 ആണ്. അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗിലാണ് കിട്ടിയിട്ടുള്ളത്, മലപ്പുറം. ദെൻ VK 265.83 ആണ് ഇൻഡെക്സ് മാർക്ക് വരുന്നത്. ദെൻ റാങ്ക് SM റാങ്ക് വരുന്നത് 19,313 ആണ്. ദെൻ ഇതിലെ കാറ്റഗറി റാങ്ക് വരുന്നത് 568 ആണ്. കാനങ്ങാട് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ദെൻ KA കുശവൻ കാറ്റഗറിയിൽ 240 ആണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത്. 32,855 ആണ് SM റാങ്ക് വന്നിരിക്കുന്നത്. കാറ്റഗറി റാങ്ക് വന്നിരിക്കുന്നത് 129 ആണ്. സിമറ്റ് താനൂരാണ് ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഈ പറയുന്നതെല്ലാം അവസാനം കിട്ടിയ ഇൻഡെക്സ് മാർക്ക്, അവസാനം കിട്ടിയ റാങ്ക്, അവസാനം കിട്ടിയ കാറ്റഗറി റാങ്ക് വെച്ചിട്ടാണ്. ഇത് അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്വയം ഒന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് 2023 വെച്ച് കമ്പയർ ചെയ്ത് പറയുന്നത്. ഓക്കെ. ദെൻ KV കുടുംബി 232 ആണ് ലാസ്റ്റ് അവസാനം കിട്ടിയിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. 36,440 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 91 ആണ് കാറ്റഗറി റാങ്ക്. സിമറ്റ് നർമ്മടം കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ദെൻ SC കാറ്റഗറിയിൽ 250 ആണ് ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത്. 27,731 ആണ് SM റാങ്ക് വന്നിരിക്കുന്നത്. 1,064 ആണ് കാറ്റഗറി റാങ്ക് ആയിട്ട് വന്നിട്ടുള്ളത്. സിമറ്റ് കാസർഗോഡ് കോളേജിലാണ് ലാസ്റ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ST കാറ്റഗറിയിൽ
ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 176.66 ആണ്. 53,489 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. കാറ്റഗറി റാങ്ക് വരുന്നത് 378 ആണ്. അപ്പൊ ഇതെല്ലാം അവസാനത്തെ ഇൻഡെക്സ് മാർക്ക്, അവസാനത്തെ SM റാങ്ക്, അവസാനത്തെ കാറ്റഗറി റാങ്ക് വെച്ചിട്ട് 2023 കിട്ടിയതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ച് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ മാനേജ്മെന്റിൽ ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 276.67 ആണ്. ഇതിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വരുന്നത് 12,756 ആണ്. NRI കോട്ട സീറ്റ് ഉള്ള കുട്ടികൾക്കായിരിക്കും ഏറ്റവും താഴ്ന്ന ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. 275 വരെയുള്ള കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് 2023. അതനുസരിച്ച് ഇപ്പോൾ കിട്ടണമെന്ന് ഉറപ്പിച്ച് പറയാനൊന്നും നമുക്ക് സാധിക്കില്ല. അതോടൊപ്പം തന്നെ 53,607 ആയിരുന്നു SM റാങ്ക് വന്നിട്ടുള്ളത്. NRI കോട്ട റിസർവേഷൻ ഉള്ള സ്റ്റുഡൻസിന് വന്നിട്ടുള്ള റാങ്ക് ആണ് കേട്ടോ പറയുന്നത്. ലാസ്റ്റ് അഡ്മിഷൻ കിട്ടാനുള്ള റാങ്ക് ആണ് ഈ പറയുന്നത്. പിന്നെ NRI സീറ്റിൽ ഇപ്പോൾ ഒരു 13,199 ഒക്കെ കിട്ടിയിട്ടുള്ളവർക്കും ഉണ്ട്. സിമറ്റ് കോളേജിലാണ്, താനൂര് സിമറ്റ് കോളേജിൽ അങ്ങനെ കിട്ടിയിട്ടുള്ളതും ഉണ്ട്. നമുക്കെല്ലാം പോസിബിലിറ്റീസ് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. കറക്റ്റ് ആയിട്ട് ഇന്നെടുത്ത് ഇന്ന കോഴ്സിന് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.